ഓം ഗം ഗണപതയേ നമഃ. ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത് ഭരണി നക്ഷത്രക്കാരുടെ സ്വഭാവ സവിശേഷതകളെ പറ്റിയാണ്. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തേക്കണം എന്ന് വിനീതമായി അപേക്ഷിച്ചു കൊള്ളുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് ഭരണി നക്ഷത്രക്കാരുടെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് പറയാം. ഭരണി ഭദ്രകാളി പ്രധാനമായ ഒരു നക്ഷത്രമാണ്. ഭരണി ഭദ്രകാളി പ്രധാനമായ നക്ഷത്രമാണ് എന്ന് മാത്രമല്ല, രാശിചക്രത്തിൽ മേടം രാശിയിലെ രണ്ടാമത് നക്ഷത്രം കൂടിയാണ്. ഭരണിക്കാർ ഏറ്റെടുക്കുന്ന ജോലികൾ ഭംഗിയായി പൂർത്തിയാക്കും. സ്വപ്രയത്നങ്ങളാലുള്ള ഫലം അനുഭവങ്ങളാണ് അവർക്കേറെ ഇഷ്ടം. അതായത് സ്വന്തമായിട്ട് അധ്വാനിക്കുമ്പോഴുണ്ടാകുന്ന അനുഭവങ്ങളാണ് അവർക്ക് ഏറെ ഇഷ്ടമായിട്ടുള്ളത്. ഗണിതശാസ്ത്ര, കാർഷിക മേഖല, രാഷ്ട്രീയം, വ്യാപാരം, പ്രഭാഷകൻ, ആരോഗ്യ മേഖല ഇവ പ്രവർത്തന മണ്ഡലമായതിനാൽ ശോഭിക്കാൻ കഴിയും. നിങ്ങൾക്ക് സഹപ്രവർത്തകരെ തിരഞ്ഞെടുക്കാൻ ഭരണിക്കാർ യോഗ്യരാണ്. സഹിഷ്ണുത, സഹാനുഭൂതി എന്നീ ഗുണങ്ങൾ ഇവരിൽ കാണാനാകും. മറ്റുള്ളവർക്ക് തോന്നാത്ത പല ആശയങ്ങളും ഇവരുടെ ബുദ്ധിയിൽ ഉദിക്കുകയും അത് പ്രകടിപ്പിക്കുകയും അതനുസരിച്ച് പുതിയ പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ചെയ്യും. പക്ഷേ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വരും. ഇതിൻ്റെ കാരണം 3-ാം ഭാവാധിപത്യം ബുധനും 10-ാം ഭാവാധിപത്യം ശനിയും വരുന്നതിനാലാണ്. ലക്ഷ്യത്തിനു വേണ്ടി സ്ഥിര പരിശ്രമം ചെയ്യാനുള്ള മനോബലം ഇവർക്ക് ഉണ്ടായിരിക്കണം. ഭരണി നക്ഷത്രക്കാർക്ക് പിതാവിൽ നിന്നുള്ള ആനുകൂല്യം കുറവായിരിക്കും. കാരണം 9-ാം ഭാവാധിപൻ ഗുരുവും നക്ഷത്രാധിപൻ ശുക്രനും തമ്മിലുള്ള ശത്രുത തന്നെയാണ്. ഇവരുടെ മാതാവിന് സന്താനങ്ങളിൽ നിന്നും ആനുകൂല്യം കിട്ടുകയില്ല. ഭരണി നക്ഷത്രക്കാരുടെ അമ്മ ഇവരെ പ്രതി ക്ലേശിക്കേണ്ടി വരും. മാതാവിന് സന്താന സ്ഥാനമായ വൃശ്ചികത്തിൽ നീചം സംഭവിക്കുന്നു. ഇതുമൂലമാണ് ഈ അവസ്ഥയ്ക്ക് കാരണം. ഭരണിക്കാർ സഹോദരങ്ങളിൽ നിന്നും ആനുകൂല്യം കുറഞ്ഞിരിക്കും. സഹോദര ഭാവാധിപനായ ബുധന് 6-ാം ഭാവാധിപത്യം വരുന്നതിനാലാണ് ഇപ്രകാരം സംഭവിക്കുന്നത്. ആയില്യം, കേട്ട, ഭരണി നക്ഷത്രത്തിലുള്ള സഹോദര വർഗക്കാർ ഉണ്ടെങ്കിൽ അവർ തമ്മിൽ ശത്രുത ഉണ്ടായി എന്നും വരാം. ഈ നക്ഷത്രക്കാർ പൊതുവെ സ്വതന്ത്ര പ്രകൃതമുള്ളവരും കോപസ്വഭാവികളുമാണ്. ഭരണി നക്ഷത്രക്കാരായ സ്ത്രീകൾ ഭർതൃകുടുംബവുമായി കലഹിക്കാനും അതുമൂലം ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനും ഇടയാകുന്നു. തൻ്റെ ഇഷ്ടത്തിനെതിരെയായി ആരെങ്കിലും പറഞ്ഞാൽ ഇവർ സഹിക്കുകയില്ല. 5-ാം ഭാവാധിപൻ രവിയായും രാശ്യാധിപൻ കുജനും ആയതിനാലാണ് ഇതിന് കാരണം. ചാരരാശിയായതിനാൽ അഭിപ്രായങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. ഈ നക്ഷത്രക്കാർ പൊതുവെ അഭിമാനികളും പരാശ്രയം കൂടാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ്. വൃദ്ധരായാലും സന്താനങ്ങളുടെ തണലിൽ ജീവിക്കാൻ ഇവർ ഇഷ്ടപ്പെടുന്നില്ല. ഭാവിയെപ്പറ്റി വ്യാകുലപ്പെടുന്ന ഇവർ ഭാവിക്ക് വേണ്ടി എന്തെങ്കിലും കരുതാനും മറക്കില്ല. തൊഴിൽ രംഗത്തും പ്രവർത്തന രംഗത്തും പല എതിർപ്പുകളും നേരിടേണ്ടി വരും. സർക്കാർ ആനുകൂല്യങ്ങൾ പ്രവർത്തന രംഗത്ത് കുറഞ്ഞിരിക്കും. കാരണം കാരനായ സൂര്യൻ്റെ 6-ാം ഭാവത്തിൽ പ്രവർത്തന ഭാവമായ 10-ന്റെ ആധിപതി ശനിക്ക് ആധിപത്യം വരുന്നതിനാലാണ്. അതുപോലെ തന്നെ രാശിയിലെ 2-ാമത്തെ നക്ഷത്രം ഭരണി നക്ഷത്രം. ശുക്രൻ്റെ ഗുണങ്ങൾ പ്രകടമാകുന്നു. സാധാരണയായി സൃഷ്ടിയും പോഷണവും പോലുള്ള സ്ത്രീ സ്വഭാവങ്ങളാൽ ആരോപിക്കുന്നു. ശുക്രനുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനായി ആവശ്യമുള്ളപ്പോഴെല്ലാം പൊരുത്തപ്പെടാനും തീവ്രമായ നടപടികൾ കൈക്കൊള്ളാനുമുള്ള ഗുണവും നക്ഷത്രത്തിന് ഉണ്ട്. ആഗ്രഹം, അസൂയ, ത്യാഗം, ഭയം എന്നിവയുടെ നക്ഷത്രം എന്ന് നിങ്ങൾക്ക് വിളിക്കാം. ഈ നക്ഷത്രത്തിൻ്റെ നാട്ടുകാർ വാക്കുകളേക്കാൾ പ്രവൃത്തികളിൽ വിശ്വസിക്കുന്നു. അവർ പരിവർത്തനത്തിൻ്റെ പ്രതിരൂപമാണ്. മാറ്റത്തിനായി എപ്പോഴും പ്രതിജ്ഞാബദ്ധരാണ്. തദ്ദേശവാസികൾ ദുർബലതയും ആഗ്രഹങ്ങളും അമിതമായി പ്രകടിപ്പിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നതിനാൽ ഇതിനെ ചുമക്കുന്ന നക്ഷത്രം എന്നും പ്രതിനിധീകരിക്കുന്നു. എല്ലാത്തിനുമുപരി ഇത് അഭിനിവേശത്തിൻ്റെയും ആഗ്രഹങ്ങളുടെയും നക്ഷത്രമാണ്. പ്രകടിപ്പിക്കുന്ന കണ്ണുകളും പുഞ്ചിരിയോടെ മരിക്കാൻ കഴിയുന്ന ഒരാളെ നിങ്ങൾ കണ്ടാൽ
അവർ ഭരണി നക്ഷത്രത്തിൻ്റെ സ്വദേശികളായിരിക്കും. എന്നാലും ഇത്രയധികം പ്രക്ഷുബ്ധതകൾക്കിടയിലും അതെല്ലാം മറച്ചു വയ്ക്കാനും ശാന്തമായും പെരുമാറാനുമുള്ള കഴിവ് സമാനതകളില്ലാത്തതാണ്. വേദജ്യോതിഷത്തിലെ 2ാം ജന്മനക്ഷത്രമാണ് ഭരണി. നമുക്കറിയാം, മേടരാശിയിൽ 13, 20, അതുപോലെ തന്നെ 26, 40 ശ്രേണികളിൽ സ്ഥിതി ചെയ്യുന്ന ഭരണി നക്ഷത്രം യമദേവന്റെ പ്രതീകമാണ്. യമൻ ഒരാളുടെ നല്ലതും ചീത്തയുമായ പ്രവൃത്തികൾ വിശകലനം ചെയ്യുകയും നീതി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഇവരുടെ ജീവിതകാലത്ത് ഒരാൾ ചെയ്ത മോശം കർമ്മത്തിനുള്ള ശിക്ഷകനായും അദ്ദേഹം കാണുന്നു. എന്നാൽ നന്മ ചെയ്തവർക്ക് പ്രതിഫലവുമുണ്ട്. ഭരണി നക്ഷത്രവുമായി ബന്ധപ്പെട്ട ഗ്രഹം ശുക്രനാണ്. അതിനാൽ നാട്ടുകാർ ശുക്രനുമായി ബന്ധപ്പെട്ട നിരവധി സവിശേഷതകൾ പ്രകടിപ്പിക്കുന്നു. ഭരണി നക്ഷത്രത്തിലെ ചില പ്രത്യേകതകൾ ഇതാണ്. പുരുഷന്മാരിലെ ഭരണി നക്ഷത്രത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. എല്ലാവരുടെയും ക്ഷേമം ഹൃദയത്തിലുണ്ടെങ്കിലും ആരെയും ഉപദ്രവിക്കാറില്ലെങ്കിലും ഭരണി നക്ഷത്രത്തിൽ ജനിച്ച നാട്ടുകാർ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട സ്വഭാവക്കാരല്ല. അവൻ തികച്ചും തുറന്നു പറയുന്നവനാണ്. സത്യം പറയാൻ ആഗ്രഹിക്കുമ്പോൾ അത് ആരെയെങ്കിലും വേദനിപ്പിച്ചാലും അവൻ വിഷമിക്കാതെ അത് പ്രകടിപ്പിക്കുന്നു. അവൻ ഒരിക്കലും തൻ്റെ മനസാക്ഷിക്ക് എതിരായി പോകില്ല. കാരണം അയാൾക്ക് തന്നെ പലപ്പോഴും പല പ്രശ്നങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരുന്നു. എന്നിരുന്നാലും അവൻ വളരെ ക്ഷമിക്കുന്നവനാണ്. ആരെങ്കിലും തന്നോട് ആത്മാർത്ഥമായി ക്ഷമാരോപണം നടത്തുമ്പോൾ അവൻ ഉടൻ ക്ഷമിക്കുകയും മറക്കുകയും ഒന്നും സംഭവിക്കാത്തതുപോലെ ഇടപഴകുകയും ചെയ്യുന്നു. ഭരണി നക്ഷത്ര പുരുഷൻ തൊഴിലും അനുബന്ധ മേഖലകളും നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ നാട്ടുകാരന് സ്ഥിരമായ ശുഭമോ അശുഭമോ ഇല്ല. 33 ശേഷം അവൻ്റെ സാഹചര്യങ്ങളിൽ നല്ല മാറ്റം കാണും. അദ്ദേഹം ഒരു ഓൾറൗണ്ടറാണ്. ഭരണി ബിസിനസ്, കായികം, സംഗീതം, കലാപരിപാടികൾ, പരസ്യം എന്നിവയുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ വാഹനങ്ങളുമായി ബന്ധപ്പെട്ടതോ ആയ ഏത് തരത്തിലുള്ള ജോലിയിലും യോജിക്കാൻ കഴിയും. ഒരു നല്ല ഡോക്ടറോ ജഡ്ജിയോ ആകാനും അവന് കഴിയും. പുകയില വ്യാപാരം അദ്ദേഹത്തിന് അനുകൂലമായേക്കാം. അവൻ്റെ ബിസിനസ് അവൻ്റെ വീടിൻ്റെ കിഴക്ക് ഭാഗത്താണെങ്കിൽ തീർച്ചയായും വിജയം കൈവരിക്കും. പിന്നീട് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭരണി നക്ഷത്രത്തിലെ പുരുഷന്മാരെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവരുടെ കുടുംബ അവധിക്കാല പാക്കേജുകളുടെ പറ്റിയിട്ട് പറയാം. അതായത് ഭരണി നക്ഷത്ര പുരുഷൻ അനുയോജ്യതയും കുടുംബജീവിതവും അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവൻ തൻ്റെ കുടുംബത്തെ ഭക്തിപൂർവ്വം സ്നേഹിക്കുന്നു. എന്നാൽ അവൻ വളരെ അചഞ്ചലനാണെന്ന വസ്തുത കാരണം അവരിൽ നിന്നും അപമാനത്തിന് വിധേയമാകാം. അച്ഛൻ്റെ സ്നേഹവും വാത്സല്യവും നേടുന്നതിൽ അയാൾ പരാജയപ്പെടുന്നു. അയാൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ അത് അവൻ്റെ അമ്മാവന്മാരിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. സുഹൃത്തുക്കൾ അവനെ കൂടുതൽ സഹായിക്കും. അവൻ സാധാരണയായി 26-നും 30-നും ഇടയിൽ വിവാഹം കഴിക്കുകയും പെൺമക്കളേക്കാൾ കൂടുതൽ ആൺമക്കൾ ഉണ്ടാകുകയും ചെയ്യും. കാര്യമായി ശ്രദ്ധിക്കാറില്ലെങ്കിലും ഈ നക്ഷത്രക്കാരന് വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും നേരിടേണ്ടി വരാറില്ല. പിന്നീടുള്ള ജീവിതത്തിൽ അയാൾക്ക് ദന്തപ്രശ്നങ്ങൾ, പ്രമേഹം, ശരീരവേദന, അപ്പോപ്ലെക്സി, മോതിര മലേറിയ എന്നിവ നേരിടേണ്ടി വന്നേക്കാം. അവൻ അധികം കഴിക്കുന്നില്ല. ജീവിക്കാൻ വേണ്ടി തിന്നുകയും തിന്നാൻ വേണ്ടി ജീവിക്കാതിരിക്കുകയും ചെയ്യുന്നു. പിന്നെ സ്ത്രീകളുടെ ഭരണി നക്ഷത്രത്തിൻ്റെ സവിശേഷതകളെ പറ്റി പറയുകയാണെങ്കിൽ ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ ശുദ്ധവും എളിമയുള്ളതുമായ സ്വഭാവത്തിന് ഉടമയാണ്. വീട്ടിലെ മാതാപിതാക്കളെയും പ്രായമായവരെയും അവൾ ബഹുമാനിക്കും. എന്നിരുന്നാലും അവൾ സ്വതന്ത്ര ചിന്താഗതി ഉള്ളവളാണ്. എന്ത് ചെയ്യണമെന്നും എന്ത് ചെയ്യരുതെന്നും ആരും അവളോട് പറയുന്നത് ഇഷ്ടപ്പെടുന്നില്ല. അവൾ ഇഷ്ടം പോലെ ചെയ്യും. അവളുടെ സ്വഭാവം ധീരവും ആവേശഭരിതവുമാണ്. ഭരണി നക്ഷത്രത്തിലുള്ള സ്ത്രീകൾക്കുള്ള ജോലി സംബന്ധമായിട്ടുള്ള കാര്യമാണേ. ഭരണി നക്ഷത്രത്തിലെ സ്ത്രീകൾ സ്വയം ആശ്രയിക്കുകയും സ്വയം അപ്പം സമ്പാദിക്കുകയും ചെയ്യും. ഒരു റിസപ്ഷനിസ്റ്റോ ടൂറിസ്റ്റ് ഗൈഡിനോ ഒരു വലിയ കടയിലെ സെയിൽസ് വുമണിനോ അവൾ അനുയോജ്യമായിരിക്കും. അവൾ അവസരങ്ങൾക്കായി കാത്തിരിക്കാതെ അവരെ വേട്ടയാടുന്നവരാണ്. അവളുടെ ആഗ്രഹം നിറവേറ്റുന്നതിൽ നിന്നും അവൾ പിന്മാറില്ല. മാത്രമല്ല ഒരു നല്ല കായിക താരമാകാനും സാധ്യതയുണ്ട്. പിന്നെ ഭരണി നക്ഷത്രം കുടുംബജീവിതവുമായിട്ട് ബന്ധപ്പെടുന്നതാണ്, സ്ത്രീകളുടേതാണ്.
ഭരണി നക്ഷത്രത്തിലെ സ്ത്രീകൾ കൂടുതലായും ഏകദേശം 23 വയസ്സുള്ളപ്പോഴാണ് വിവാഹിതരാകാറ്. എല്ലാ ഗാർഹിക കാര്യങ്ങളിലും അവൾ ആധിപത്യം പുലർത്തും. എന്നിട്ടും അവൾ തൻ്റെ ഇണയുടെ പൂർണ്ണ വിശ്വാസവും ആത്മവിശ്വാസവും ആസ്വദിക്കും. എന്നിരുന്നാലും അവളുടെ അമ്മായിയമ്മയുടെ കാര്യത്തിൽ അവൾ പലപ്പോഴും പ്രശ്നങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. ഭരണിയിൽ ജനിച്ച സ്ത്രീകൾ കുറച്ചു ആക്രമണ സ്വഭാവമുള്ളവരാണ്. അതിനാൽ അവളുടെ ജീവിത പങ്കാളി അവളുമായി ഇടപഴകുമ്പോൾ വളരെ ക്ഷമയോടുകൂടി ആയിരിക്കണം. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ നല്ല ആരോഗ്യം ആസ്വദിക്കും. എന്നാലും അവർക്ക് പലപ്പോഴും ആർത്തവ പ്രശ്നങ്ങളുമായും ഗർഭാശയ തകരാറുകളും ഉണ്ടാവാം. അവൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ക്ഷയരോഗം. വരാനിരിക്കുന്ന ഈ വർഷത്തെ ഭരണി നക്ഷത്രത്തിലേക്കുള്ള തീയതികളിലേക്ക് നമുക്ക് പോകാം. പിന്നീട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ആദ്യ പാദം സൂര്യൻ ഭരിക്കുന്ന ചിങ്ങം നവാംശത്തിലാണ് വരുന്നത്. ഈ പാടയുടെ പ്രധാന കാരണം നാട്ടുകാരൻ സർഗാത്മകതകളിൽ പൂർണ്ണമായും ലയിച്ചു ചേരുകയും ഉയർന്ന കലാപരമായ കഴിവുകൾ കൈവശം വയ്ക്കുകയും ചെയ്യുന്നു എന്നതാണ്. ഇത്തരക്കാർ വളരെ സ്വാർത്ഥരും അറിയാതെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നവരുമായിരിക്കും. ഭരണി നക്ഷത്രം 2ാം പാദത്തിലുള്ളവർ. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2ാമത്തെ പാദം കന്നി നവാംശത്തിലാണ്. ബുധൻ്റെ പാദം. ആ നക്ഷത്രത്തിൻ്റെ ശ്രദ്ധ കഠിനാധ്വാനത്തിലും നിശ്ചയദാർഢ്യത്തിലുമാണ്. ഈ പാദത്തിൽ ജനിച്ചയാൾ പരോപകാരിയാകാൻ സാധ്യതയുണ്ട്. ചുറ്റും അരാജകത്വത്തിൽ പോലും അവൻ കൃത്യമായി എന്താണ് ചെയ്യുന്നത് എന്ന് നന്നായി അറിയാൻ സാധിക്കുന്നു. ഇതിൽ നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇങ്ങനെ പറയാനായിട്ട് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ എന്തായാലും നമുക്ക് തൽക്കാലം നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ വാച്ച് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ പറഞ്ഞ കാര്യങ്ങൾ ഭരണി നക്ഷത്രത്തിലുള്ളവർ കാണുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതിൽ എത്ര ശതമാനം ശരിയാണ്, എത്ര ശതമാനം തെറ്റാണ് എന്ന് നിങ്ങൾ ക്ലിയറായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഇനി മറ്റും നക്ഷത്ര രാശിയുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി, താങ്ക്സ്. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.